സ്നേഹവും ആദരവും നിറഞ്ഞ വിശിഷ്ട അതിഥികളെ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, സുന്ദരമായ ഒരു വസന്തകാലത്തിൻ്റെ ഓർമ്മകൾ അവശേഷിപ്പിച്ചുകൊണ്ട് ഒരു സ്കൂൾ വർഷം കൂടി അവസാനിക്കുകയാണ്. ഈ അവസരത്തിൽ ഞാൻ ഒരുപാട് വലിയ പ്രസംഗമോ ഭംഗിവാക്കുകളോ ഒന്നും പറയുന്നില്ല. നിങ്ങളെ എല്ലാവരുടെയും ശ്രദ്ധ മനോഹരമായ ഒരു പൂന്തോട്ടത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ആശംസിക്കുവാനായി ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ ഈ മനോഹരമായ വേദിയിൽ അത്യുഷ്പദം അലങ്കരിക്കുന്നത് റവറൻ സിസ്റ്റർ മെർലിൻ അരിപ്പറമ്പിൽ. സിസ്റ്റർ ഈ SH കോൺഗ്രിഗേഷൻ പാലാ പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ അമ്മയും ഈ സ്ഥാപനത്തിൻ്റെ മാനേജരും പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും അമ്മയാണ്. ഒരു പ്രൊവിൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരു മഠത്തിൻ്റെ കീഴിലുള്ള 100-500 സിസ്റ്റേഴ്സിൻ്റെ, അതായത് ഒരു മഠത്തിൻ്റെ കീഴിൽ 10-45 ഭവനങ്ങളാണ്. അവിടുത്തെയുള്ള എല്ലാ സിസ്റ്റർമാരുടെ അമ്മയാണ്. ഒരു അമ്മയെപ്പോലെ സ്നേഹവും കരുതലും ഒക്കെ ഞങ്ങൾ നൽകിക്കൊണ്ട് വളരെ എളിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഞങ്ങളുടെ മെർലിനമ്മ. ഈ സ്ഥാപനത്തിൻ്റെ മാനേജർ എന്ന നിലയിൽ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും എപ്പോഴും ഒരു മടിയും കൂടാതെ നല്ല മനസ്സോടെ സന്തോഷത്തോടെ ചെയ്തു തരികയും ഞങ്ങളോടൊപ്പം എല്ലാ കാര്യങ്ങളിലും ആയിരിക്കുകയും ചെയ്യുന്ന അമ്മ. നമുക്കറിയാം, ഒരു കുഞ്ഞുപിള്ളാരുടെ പരിപാടി കുറേ സമയമുണ്ട്, നല്ല ക്ഷമ വേണം, ഒത്തിരി തിരക്കുള്ള ആളാണ്. എന്നിരുന്നാലും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇവിടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ്. സ്നേഹമുള്ള മെർലിനമ്മയെ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മളുടെ ഈ വേദിയിൽ ഈ ഉദ്ഘാടനം ചെയ്ത് നമുക്ക് നല്ലൊരു സന്ദേശം തരുന്നത് നമ്മുടെ പാലാ കത്തീഡ്രൽ പള്ളിയിലെ കൊച്ചച്ഛനാണ്. അച്ഛൻ വരുന്നതിന് മുമ്പ് തന്നെ അച്ഛനെ വിളിച്ച് വലിയൊരു ഭാരം അച്ഛനെ ഏൽപ്പിച്ചതാണ്. കാരണം നമുക്കറിയാം, എല്ലാ വർഷവും നമ്മുടെ ഈ ആനിവേഴ്സറിക്ക് പള്ളിയിൽ അച്ഛന്മാർ മാറിയാണ് വരുന്നത്. അതുകൊണ്ട് നമുക്കൊരു ഫ്രീഡവും അവകാശവും ഉണ്ട്. പള്ളിയിലെ അച്ഛന്മാർ ഈ വേദിയിലെ മീറ്റിങ്ങിൽ വന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇനി വരുന്ന അച്ഛന്മാരാണ് വരേണ്ടതെന്ന് ഇവിടെയുള്ള അച്ഛന്മാർ പറഞ്ഞു. അപ്പോൾ എന്നാലും അച്ഛനെ ഞാൻ സ്നേഹത്തോടെ ഫോണിൽ കൂടെ വിളിച്ചു. അച്ഛനെ കണ്ടിട്ടില്ല, എന്നാൽ അച്ഛനൊരു മടിയും കൂടാതെ ഇവിടെ വരാമെന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാമോ, ഇവിടെ ഇരിക്കുന്ന കുഞ്ഞച്ഛന് വലിയൊരു മനുഷ്യനാണ്. കാരണം ഇന്നത്തെ കാലത്ത് ഒരു ജോലി എന്നൊക്കെ പറയുന്നതല്ലേ, പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് വലിയൊരു സ്വപ്നമാണ്. എന്നാൽ അത് ഗവൺമെൻറ് ജോലി, നന്നായിട്ട് പഠിച്ച് ബിടെക്കൊക്കെ പാസ്സായി ഗവൺമെൻറ് സർവീസിൽ എൻജിനീയറായി ജോലി ചെയ്ത് 3-4 വർഷം ജോലി ചെയ്തതിന് ശേഷം പൗലോസ്ലീഹ പറയുന്നത് പോലെ ഈശോയുടെ സ്നേഹത്തെ പ്രതി ഞാനെല്ലാം കുപ്പയായി കരുതി, അങ്ങനെ തന്നെ കരുതിക്കൊണ്ട് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ ഇറങ്ങിത്തിരിച്ച് വൈദികനായി തീർന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ അച്ഛന്, ഐസക് അച്ഛന്. നമുക്കറിയാം, അച്ഛൻ നല്ല തിരക്കൊക്കെ ഉണ്ട്, വന്നതല്ലേ ഉള്ളൂ, പരിചയം പോലും ആയിട്ടില്ല. എന്നിരുന്നാലും ഒരു മടിയും കൂടാതെ വളരെ എളിയ മനസ്സോടെ അച്ഛന് ഞങ്ങളുടെ ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ ഉദ്ഘാടനം ചെയ്യാമെന്ന് പറഞ്ഞ് ഇവിടെ വന്നു. സ്നേഹമുള്ള അച്ഛൻ്റെ എല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി നമ്മുടെ സിസ്റ്റർ മെർലിൻ തെക്കേൽ, നമ്മുടെ ഈ നഴ്സറി സ്കൂൾ, ഇവിടെയുള്ള നഴ്സറി ട്രെയിനിങ് സ്കൂള്, കുറേ സ്ഥാപനങ്ങളുണ്ട്, തയ്യൽ സെൻ്ററൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പോൾ ഒത്തിരി 10-60 പേര് സ്റ്റാഫ് ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ എല്ലാം ഡയറക്ടറാണ് നമ്മുടെ സിസ്റ്റർ മെർലിന്. അപ്പോൾ ഈ നഴ്സറി സ്കൂളും ഈ സോഷ്യൽ വർക്ക് സ്ഥാപനങ്ങളുടെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. അതും ഞങ്ങൾ പറയുന്നത് പോലെ ഞങ്ങളോടൊപ്പം എപ്പോഴും ആയിരിക്കുന്ന, ഒരു വലിയ ഭാവമൊന്നുമില്ലാതെ എല്ലാ സഹായം ചെയ്തു തന്നുകൊണ്ട് ഞങ്ങളോടൊപ്പം എപ്പോഴും സിസ്റ്റർ മെർലിനുണ്ട്. സിസ്റ്റർ മെർലിനെ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഞങ്ങളുടെ സ്വന്തം വീട്ടിലെ ആൾക്കാരെ പോലെ എടി പാടാന്നൊക്കെ വിളിക്കുന്ന പോലെ ഞങ്ങളിപ്പം തലേദിവസമാണ്, ഇന്ന് രാവിലെ ആനിവേഴ്സറി ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ മടിയും കൂടാതെ വന്നിരിക്കും. എനിക്കൊന്ന് കുറേ വർഷങ്ങളായിട്ട് ഇവിടുത്തെ ആനിവേഴ്സറിക്ക് 2 പേരുമുണ്ട്. നമ്മുടെ ലിസ്കുട്ടി മാത്യു വാർഡ് 17 കൗൺസിലറാണ്. അതുപോലെ ശ്രീമതി ആനി ബിജോയി വാർഡ് 16 കൗൺസിലറാണ്. ഇവർ 2 പേരും ഇവിടുത്തെ ആനിവേഴ്സറിക്ക് എല്ലാ വർഷവും വന്നിരിക്കും. ചെറിയ വാക്കുകൾ കൊണ്ട് ഞങ്ങൾക്ക് ആശംസ പറയുകയും ചെയ്യുന്നതാണ്. ഈ 2 പേരുടെയും വലിയ മനസ്സിനും എളിമയുള്ള ആ വലിയ മനസ്സിന് മുമ്പിൽ നന്ദി പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് 2 പേരെയും സ്വാഗതം ചെയ്യുന്നു. അടുത്തത് അപ്പുറത്തൊരു ആളിരിപ്പുണ്ട്, സോണിയ ജോസഫ്. സോണിയ നമ്മുടെ ഇവിടുത്തെ കുട്ടികളുടെ ഒരു പേരൻറ്റിന് ഒരു പ്രതിനിധിയായിട്ടാണ് സോണിയ 2 വാക്ക് സംസാരിക്കുന്നത്.
സോണിയ 2 വർഷമായിട്ട് സോണിയുടെ മോൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഞങ്ങളോട് വളരെ സ്നേഹവും താല്പര്യവും കാണിക്കുന്ന എന്ത് ആവശ്യം പറഞ്ഞാലും ഒരു മടിയും കൂടാതെയൊക്കെ ഞങ്ങളിപ്പോഴും സ്നേഹത്തോടെ സഹകരണത്തോടെ നല്ല സൗഹൃദം പുലർത്തുന്ന നല്ലൊരു വീട്ടമ്മയാണ് സോണിയ. ആ സോണിയയുടെ വലിയ മനസ്സിന് മുമ്പിൽ ഞാൻ ആദരം അർപ്പിച്ചുകൊണ്ട് സോണിയയെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇനി സ്വാഗതം അർഹിക്കുന്നത് നമ്മുടെ ഇപ്പോൾ നഴ്സറി സ്കൂളും PPTTI ഒന്നിച്ചാണ് ഇവിടുത്തെ ഈ വാർഷികം നടത്തുക. അപ്പം PPTTIയിലെ പ്രിൻസിപ്പൽ സിസ്റ്റർ ലിസ ടോം ഉണ്ട്, അതുപോലെ സ്റ്റാഫ് സിസ്റ്റർ ആനിഗ്രേസ് ഉണ്ട്, ആൽഫിൻ സിസ്റ്ററുണ്ട്, അതുപോലെ അവിടെ പഠിക്കുന്ന സിസ്റ്റർമാർ ടീച്ചേഴ്സൊക്കെ ഇവിടെയുണ്ട്. അവരെ എല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഞങ്ങളുടെ കോൺവെൻറ്റിലെ പല സിസ്റ്റർമാരും വന്നിട്ടുണ്ട്, അമ്മമാരൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ സ്നേഹമുള്ള മദർ, ഈ പ്രൊവിൻഷ്യാളമ്മ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വേറെ ഞങ്ങൾക്കൊരു മദറുണ്ട്. ആ മദറാണ് പ്രൊവിൻഷ്യാളമ്മയെ കഴിഞ്ഞും കൂടുതലായിട്ട് ഞങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആൾ. ഇപ്പോഴാണ് മദർ അവിടെ വന്നിട്ടുണ്ട്. കാപ്പിയെല്ലാം തരാനൊക്കെ വളരെ ജാഗ്രതയോടെ മദറിന് സ്വാഗതം ചെയ്യുന്നു. ഇനി ഏറ്റവും കൂടുതൽ സ്വാഗതം അർഹിക്കുന്ന എൻ്റെ പ്രിയമുള്ള മാതാപിതാക്കളാണ്. ഈ മാതാപിതാക്കൾ, അതുപോലെ കുട്ടികൾ, ഇവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികളുടെയും മാതാപിതാക്കൾ ഞങ്ങളോട് നല്ല സ്നേഹവും സഹകരണവും ഉള്ളവരാണ്. ഏത് ആവശ്യങ്ങളിലും ഒരു നോ പറയാതെ എല്ലാ കാര്യങ്ങളിലും കുട്ടികളെ വിടുന്നതിലും ഞങ്ങളുടെ ഓരോ കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതിലൊക്കെ നല്ല താല്പര്യം ശ്രദ്ധയുള്ള മാതാപിതാക്കളാണ്. സ്നേഹമുള്ള മാതാപിതാക്കളെ നിങ്ങൾക്കെല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി നമ്മുടെ കൊച്ചുമക്കൾ ഇവിടെ ഓരോരോ പരിപാടികൾ അവതരിക്കാൻ വേണ്ടി ഒരുങ്ങി അവിടെ ഇരിക്കുകയാണ് അക്ഷമരായിട്ട്. ആ കൊച്ചുമക്കളെ എല്ലാം സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ ഓഡിറ്റോറിയം ഇരിക്കുന്ന സ്ഥാപനത്തിൻ്റെ ചുമതലയുള്ളത് സിസ്റ്റർ ടേസിയാണ്. ടേസി സിസ്റ്ററായിരുന്ന കഴിഞ്ഞ വർഷം വരെ ഇതിൻ്റെ ഡയറക്ടർ. ടേസി സിസ്റ്ററുണ്ട്, ടേസി സിസ്റ്ററിൻ്റെ കൂടെയുള്ള ആൽഫിൻ സിസ്റ്ററുണ്ട്, മെറിൻ സിസ്റ്ററൊക്കെ ഉണ്ട്. അവരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമുക്ക് എൻ്റെ കൂടെയുള്ള ടീച്ചർമാരുണ്ട്. സ്നേഹ ടീച്ചർ, സൗമ്യ ടീച്ചർ, പിന്നെ ഞങ്ങളുടെ ഈ സ്കൂളിലെ ടീച്ചറും അമ്മയും ചേച്ചിയും ഒക്കെ ആയിട്ട് ഒത്തിരി അധ്വാനിക്കുന്നതാണ് ജിജിയെയും ഞാൻ 3 പേരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇതിലെല്ലാം ഉപരി ഈ പിള്ളേരെ ഡാൻസ് പഠിപ്പിക്കുന്ന ഒരു സുന്ദരി ടീച്ചറുണ്ട് ഞങ്ങൾക്ക്, അജി ജോയ്സ് നമ്മുടെ ഇടവകയിലെ ടീച്ചറാണ്. ടീച്ചർ കഴിഞ്ഞ വർഷം മുതലാണ് ഇവിടെ ഡാൻസ് പഠിപ്പിക്കാൻ തുടങ്ങിയത്. ടീച്ചറും ഞങ്ങളെ പോലെ ഒരാളായിട്ട് ഇവിടെ വന്ന് ഡാൻസ് പഠിപ്പിക്കുകയും നല്ല സ്നേഹത്തോടെ ഞങ്ങളോട് ഇടപെടുകയും ചെയ്യുന്ന ആളാണ്. ടീച്ചറിനെയും ഞാൻ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇനി ലൈറ്റ് ആൻഡ് സൗണ്ട്, ഇതൊക്കെ ക്രമീകരിക്കുന്ന സനൽ, പ്രജീഷ, അവിടെ എല്ലാവരുടെയും പേര് എനിക്കറിയത്തില്ല. അവരെ എല്ലാം ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. താങ്ക് യു സിസ്റ്റർ.